Hi, welcome dear children. Today let's discuss the chapter 15, solution from the part of basic science, that is chemistry. Okay. Let's start with the picture that is given here in the beginning of the chapter. Okay, here you can see different types of solutions. Okay, medicine, oil, milk, right, juice, chemicals, soda, etc. Then all these are solutions. Okay, let's learn more about the solutions. In our everyday life, there is an important role in solutions. So, for example, medicines, food items, etc. So here a table is given. From this table we have to understand what is a solute and a solvent. Okay, a solute and a solvent combine to form a solution. Okay, ഒരു സൊല്യൂട്ടും അതുപോലെ ഒരു സോൾവെൻറ്റും ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, സൊല്യൂഷൻ ഉണ്ടാവുന്നത്. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലായനി അല്ലേ, മലയാളത്തിൽ ലായനി എന്ന് പറയും. ഒരു മിക്സ്ചറും ലായനിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, അത് നമുക്ക് പിന്നീട് പഠിക്കാം. എന്തായാലും ഒരു സൊല്യൂട്ടും സോൾവെൻറ്റും ചേരുമ്പോഴാണ് നമുക്കൊരു സൊല്യൂഷൻ കിട്ടുന്നത്. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്, നോക്കാം. ബ്രാസ് വെസൽസ് ഹാവ് ബീൻ യൂസ്ഡ് ഫ്രം ഓൾഡ് ഏജ് ഇറ്റ് സെൽഫ്, റൈറ്റ്? നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് കാലം തൊട്ടേ എന്തുണ്ട്, ബ്രാസ് പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ബ്രാസ് ഒരു സങ്കരമാണ്, അല്ലെങ്കിൽ ഒരു സൊല്യൂഷനാണ്, മിക്സ്ചറാണ്. സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ തെറ്റിദ്ധരിക്കാം അത് അക്വസ് ഫോമിലുള്ളത് മാത്രമാണെന്ന്. സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അല്ല, അക്വസ് ഫോം മാത്രമല്ല, ഏത് ഫോമിലും അല്ലേ, 3 ഫോംസിലും, ലിക്വിഡ് ആയാലും സോളിഡ് ആണെങ്കിലും ഗ്യാഷ്യസ് ആണെങ്കിലും അതിനെയൊക്കെ സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റും. മിക്സറിനെ നമുക്ക് സൊല്യൂഷൻ എന്ന് പറയാൻ കഴിയും. ഇവിടെ ബ്രാസ് എന്തിൻ്റെ സൊല്യൂഷനാണ്? സിങ്ക് പ്ലസ് കോപ്പർ. സിങ്കും കോപ്പറും അല്ലേ, സിങ്കും കോപ്പറും ചേർന്നിട്ടാണ് ബ്രാസ് എന്നുള്ള സൊല്യൂഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, ഇവിടെ സൊല്യൂട്ട് എന്താണ്, സോൾവെൻ്റ് എന്താണെന്ന് പറയുന്നില്ല, പക്ഷേ അതിൻ്റെ സ്റ്റേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. സോളിഡ് ആണോ, ലിക്വിഡ് ആണോ, ഗ്യാസ് ആണോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സൊല്യൂട്ടിൻ്റെ ആണോ സോൾവെൻറ്റിൻ്റെ ഫോമാണോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ആണോ, എന്താണ് ഒരു സൊല്യൂഷൻ്റെ സ്റ്റേറ്റ് ഡിസൈഡ് ചെയ്യുന്നത് അല്ലേ, അതാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടി വരുന്നത് അല്ലേ. ബ്രാസ് എന്നുള്ള ഒരു സോളിഡ് സ്റ്റേറ്റിലുള്ള സൊല്യൂഷൻ എങ്ങനെയാണ് ഫോം ചെയ്തിട്ടുള്ളത്? സോളിഡ് ആയിട്ടുള്ള സൊല്യൂട്ടും അതുപോലെ സോളിഡ് ആയിട്ടുള്ള സോൾവെൻറ്റുമാണ് യൂസ് ചെയ്യുന്നത്. ഇനി സോൾട്ട് സൊല്യൂഷൻ എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? സോൾട്ടും വാട്ടറും അല്ലേ. സോൾട്ടാണ് എന്ത്, സൊല്യൂട്ട്, വാട്ടർ സോൾവെൻ്റ് ആണ്. ഇനി ഈ സോൾട്ട് എന്ന് പറയുന്നത് സോളിഡായ സൊല്യൂട്ടാണ്. ഇനി വാട്ടർ എന്ന് പറയുന്നതോ ലിക്വിഡായ സോൾവെൻ്റ് ആണ്. ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന സൊല്യൂഷൻ ഏത് ഫോമിലുള്ളതാണ്? ലിക്വിഡ് ഫോമിലുള്ളതാണ്. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ, സോഡ വാട്ടർ. ഹൗ ക്യാൻ വി പ്രിപ്പയർ സോഡ വാട്ടർ? ഇറ്റ് ഈസ് ഓൾസോ എ സൊല്യൂഷൻ we get by mixing carbon dioxide plus water. ഓക്കെ, കാർബൺ ഡയോക്സൈഡും വാട്ടറും മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് സോഡ വാട്ടർ എന്ന സൊല്യൂഷൻ കിട്ടുന്നത്. കാർബൺ ഡയോക്സൈഡ് ഇവിടെ സൊല്യൂട്ടും വാട്ടർ സോൾവെൻറ്റുമാണ് അല്ലേ. കാർബൺ ഡയോക്സൈഡിൻ്റെ സ്റ്റേറ്റ് എന്താണ്? ലിക്വിഡ് ആണോ ഗ്യാഷ്യസ് ആണോ? യെസ്, ലിക്വിഡ് ആണ്, സോറി ഗ്യാസ് ആണ് അല്ലേ. കാർബൺ ഡയോക്സൈഡ് എന്താണ്? ഇസ് എ ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ളതാണ് ഇവിടെ സൊല്യൂട്ട്. വേറെ സോൾവെൻറ്റ് ഇസ് എ വാട്ടർ ഓർ ലിക്വിഡ്, റൈറ്റ്? ലിക്വിഡ് ഫോമിലുള്ളതാണ് ഇവിടെ സോൾവെൻറ്റ്. അപ്പം നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ ഏത് ഫോമിലായിരിക്കും? ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഓഫ് ലിക്വിഡ് സ്റ്റേറ്റ്. നെക്സ്റ്റ്, മിക്സ്ചർ ഓഫ് ആൽക്കഹോൾ ആൻഡ് വാട്ടർ, where alcohol is the solute,
It's in liquid form, and solvent is a water. Water is also in liquid form, and we get the solution in the state of liquid, right? So from this table we can assume that the state of solution is decided by the state of solvent. സോൾവെൻ്റ് ഏത് സ്റ്റേറ്റിലാണ്, ലിക്വിഡ് ആണോ, ഗാഷ്യസ് ആണോ, സോളിഡ് ആണോ എന്നത് അനുസരിച്ചായിരിക്കും സൊല്യൂഷൻ്റെ സ്റ്റേറ്റ്, അല്ലേ? ലിക്വിഡ് ആണ്, സോൾവെൻ്റ് ലിക്വിഡ് ആണെങ്കിൽ എന്തായിരിക്കും സൊല്യൂഷൻ ലിക്വിഡ് ആയിരിക്കും. സോൾവെൻ്റ് ഗാഷ്യസ് ആണെങ്കിലോ സൊല്യൂഷനും ഗാഷ്യസ് ആയിരിക്കും, അല്ലേ? ഇനി നമുക്ക് സൊല്യൂട്ട് എന്താണ്, സോൾവെൻ്റ് എന്താണ് എന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, സോ ഫ്രം ദിസ് ടേബിൾ വി ഹാവ് അണ്ടർസ്റ്റുഡ് 2 points. First one, we get a solution by mixing a solute in the solvent. It can be of different states like solid, liquid or gaseous. Then the state of the solution is decided by the state of the solvent. Okay, സോൾവെൻറ്റിൻ്റെ സ്റ്റേറ്റ് ആയിരിക്കും സൊല്യൂഷൻ്റെ സ്റ്റേറ്റിനും. ഓക്കെ, ഇനി നമുക്ക് സൊല്യൂട്ട് എന്താണ്, സോൾവെൻ്റ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, സോ ഐ വിൽ ടെൽ യു ഇൻ ബ്രീഫ് that you have to remember solution will be of larger amount. In a solution, whatever element we are adding in the larger amount, that is called solvent. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 2 പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ 2 എലിമെൻറ്റ്സ് മിക്സ് ചെയ്തിട്ടാണ് നമുക്കൊരു സൊല്യൂഷൻ കിട്ടുന്നത്, അല്ലേ? ഒരു സൊല്യൂട്ടും ഒരു സോൾവെൻറ്റും. ഇവിടെ കൂടുതൽ എമൗണ്ട് ഉള്ളത് എന്താണോ അതാണ് സോൾവെൻറ്റ്. കുറച്ച് അളവുള്ളത് എന്താണ്, ലെസർ എമൗണ്ട് ഉള്ളത് എന്താണ്, സൊല്യൂട്ടാണ്. ഇനി വേറൊരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. നമ്മൾക്ക് തന്നിരിക്കുന്ന സൊല്യൂഷനിലെ ഒരു പാർട്ട്, അതായത് സൊല്യൂട്ടുണ്ട്, സോൾവെൻ്റ് ഉണ്ട്, അതിലേതെങ്കിലും ഒന്ന്, 2 കാരണം ഇപ്പോൾ എയും ബിയും മിക്സ് ചെയ്തിട്ട് നമുക്ക് സി എന്നുള്ള സൊല്യൂഷൻ കിട്ടുകയാണെങ്കിൽ ബി അക്വസ് സൊല്യൂഷൻ ആണെന്ന്, അക്വസ് സൊല്യൂഷൻ അല്ല, അക്വസ് സ്റ്റേറ്റിലുള്ളതാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ അക്വസ് സ്റ്റേറ്റിലുള്ളത് എന്താണോ അതാണ് സോൾവെൻറ്റ്. ഓക്കെ, ഒന്നും കൂടെ പറയാം. ഒരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏതാണോ ലാർജർ എമൗണ്ട് ഉള്ളത് അതായിരിക്കും സോൾവെൻറ്റ്. പക്ഷേ നമ്മൾ എമൗണ്ട് കൺസിഡർ ചെയ്യാതെ തന്നെ ചിലപ്പോൾ ഇതാണ് സോൾവെൻറ്റ് എന്ന് പറയും. എപ്പോഴാണ് ആ ഒരു മിക്സ് ചെയ്യുന്ന ഒന്നിൽ അക്വസ് ഫോമിലുള്ള ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിർബന്ധമായും അതിൻ്റെ ക്വാണ്ടിറ്റി കൺസിഡർ ചെയ്യാതെ തന്നെ അതാണ് സോൾവെൻറ്റ് എന്ന് പറയും. ഓക്കെ, മലയാളത്തിൽ സൊല്യൂട്ട് എന്ന് പറയുന്നത് ലായകവും സോൾവെൻ്റ് എന്നത് ലായകവുമാണ്. ഓക്കെ, ലീനം ആൻഡ് ലായകം. ലീനം എന്ന് പറയുന്നത് സോൾവെൻറ്റും സൊല്യൂട്ട് എന്ന് പറയുന്നത് ലായകവുമാണ്. ഓക്കെ, അങ്ങനെ ലായനി നമുക്ക് കിട്ടുന്നു. ലായനി എന്നാണ് സൊല്യൂഷൻ്റെ മലയാളം വേർഡ്. ഓക്കെ, ഇനി നമുക്ക് ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, അല്ലേ? ദ കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ, കോൺസെൻട്രേഷൻ അറിയാലോ അല്ലേ? അതിൻ്റെ ഗാഢത, അത് ലൈറ്റാണോ വളരെ കട്ടിയുള്ള സൊല്യൂഷനാണോ, അല്ലേ? അതിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് ദ കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ? There is an equation for calculating the concentration. How can we calculate the mass percentage of a solution? Yes, it can be calculated by mass of a solute divided by mass of solution into 100. അതാണ് മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ളത്. എന്താണ് മാസ് പെർസെൻറ്റേജ്? ഒരു സൊല്യൂഷനിൽ എത്രമാത്രം സൊല്യൂട്ട് അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഇൻ എ സൊല്യൂഷൻ, ദാറ്റ് ഈസ് മാസ് പെർസെൻറ്റേജ്. And this amount can be expressed in percentage, and the equation for finding out the mass percentage, that means the amount of solute added in the solution, can be found out by using the equation mass of solute divided by mass of solution into 100. Then concentration, അത് പറഞ്ഞിട്ട് കോൺസെൻട്രേഷൻ പറഞ്ഞാൽ നല്ലതെന്ന് തോന്നി. കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ refers to the amount of solute dissolved in a fixed amount of solvent.
ഇനി എന്താണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്? ഒരു സൊല്യൂഷൻ എടുത്തിട്ട് ആ സൊല്യൂഷനിൽ സോൾവെൻ്റ് ഒരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും. ആ ഫിക്സഡ് എമൗണ്ടിൽ എത്രമാത്രം സൊല്യൂട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ സോൾട്ട് വാട്ടർ, എ ഗ്ലാസ് ഓഫ് വാട്ടർ, ദാറ്റ് എമൗണ്ട് ഓഫ് സോൾവെൻറ്റ് ഈസ് fixed. Water is a solvent, right? So a glass of water, that amount is fixed. Then the solute, salt is added there. Then we are finding out the amount of solute, amount of salt added in the water. Okay, that is called the concentration. ഓക്കെ, നമ്മൾ എത്രമാത്രം ഉപ്പ് ആഡ് ചെയ്യുന്നോ അത്ര കണ്ട് ഉപ്പ് രസം കൂടുമല്ലേ സോൾട്ട് വാട്ടറിന്. അതാണ് അതിൻ്റെ ഗാഢത അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് അല്ലേ. കുറച്ച് ഉപ്പിട്ടാൽ എന്താണ്, കുറച്ച് ഉപ്പ് രുചിയേ ഉണ്ടാവുള്ളൂ. കൂടുതലുണ്ടുമ്പോഴോ കൂടുതൽ ഉപ്പ് രുചി ഉണ്ടാവും. അത് തന്നെയാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കോൺസെൻട്രേഷൻ ഇപ്പം നമുക്ക് പാലും വെള്ളവും, മിൽക്ക് ആൻഡ് വാട്ടർ അല്ലേ. കോൺസെൻട്രേഷൻ എങ്ങനെയാണ്? പാലാണ് എന്ത്, മിൽക്കാണ് എന്ത്, സൊല്യൂട്ട്, വാട്ടറാണ് സോൾവെൻ്റ് അല്ലേ. അവിടെ സൊല്യൂട്ടായ മിൽക്ക് എത്രമാത്രം ആഡ് ചെയ്യുന്നോ അത്ര അനുസരിച്ച് എന്ത് സംഭവിക്കും, ആ മിൽക്ക് വാട്ടറിന് എന്താ സംഭവിക്കുന്നത്, കട്ടി കൂടും അല്ലേ. പാലിൻ്റെ ക്വാളിറ്റി കൂടുതലായിട്ടുണ്ടാവും. അതേസമയം വാട്ടറാണ് സോൾവെൻ്റാണ് ആഡ് ചെയ്യുന്നതെങ്കിലോ കോൺസെൻട്രേഷൻ കുറയുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കോൺസെൻട്രേഷൻ ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ബൈ ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ആഡഡ് ഇൻ ദ ഫിക്സഡ് എമൗണ്ട് ഓഫ് സോൾവെൻറ്റ്. ഓക്കെ, ഇനി എത്ര കൂടുതൽ അളവ് സൊല്യൂട്ട് അടങ്ങിയതിന് നമ്മൾ എന്ത് പറയും, കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയും. കുറച്ച് അളവ് അടങ്ങിയതോ കോൺസെൻട്രേഷൻ കുറവാണെന്ന് പറയാം അല്ലേ. അങ്ങനെ ഇനി സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, ദാറ്റ്സ് അനദർ ഇമ്പോർട്ടൻറ്റ് വേർഡ് യു ഹാവ് ടു ലേൺ. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഓക്കെ, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? A solution, the solution obtained by dissolving maximum amount of solute at a given temperature is known as a saturated solution. അതായത് നമ്മളിപ്പോൾ കോൺസെൻട്രേഷൻ കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ, എത്രമാത്രം സൊല്യൂട്ട് ആഡ് ചെയ്യണം അല്ലേ, എത്ര സൊല്യൂട്ട് ആഡ് ചെയ്യുന്നതനുസരിച്ചാണ് ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ. ഇനി ഇവിടെ എന്താണ് പറയുന്നത്, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഒരു സൊല്യൂഷനിൽ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ആഡ് ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ കൃത്യമായി ഇപ്പോൾ 30 ഡിഗ്രി സെൽഷ്യസ് എന്നോ 60 ഡിഗ്രി സെൽഷ്യസ് എന്നോ ഒരു ഗിവൺ ടെമ്പറേച്ചർ ഉണ്ടാവും. ആ ടെമ്പറേച്ചറിൽ എത്രമാത്രം സൊല്യൂട്ട് നമുക്കൊരു സൊല്യൂഷനിൽ മാക്സിമം ആഡ് ചെയ്യാൻ കഴിയും, ആ മാക്സിമം എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അല്ലേ. മാക്സിമം എമൗണ്ട് സൊല്യൂട്ട് ആഡ് ചെയ്ത സൊല്യൂഷനെയാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ സോൾട്ട് വാട്ടർ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിക്കാം. ഇവിടെ നമ്മൾ എടുക്കുന്നത് 1 ലിറ്റർ വാട്ടറിൽ, 1 ലിറ്റർ വാട്ടർ എന്നുള്ളത് ഫിക്സഡ് ക്വാണ്ടിറ്റിയാണ്. അതിൽ ഒരു 30 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കീപ്പ് ചെയ്യുന്നു. അതിലേക്ക് എത്രമാത്രം നമുക്ക് സോൾട്ട് ആഡ് ചെയ്യാൻ പറ്റും, അതായത് സോൾട്ട് ആഡ് ചെയ്ത് മിക്സപ്പ് ചെയ്യണം. എത്രമാത്രം സോൾട്ട് നമുക്ക് ആ 1 ലിറ്റർ വെള്ളത്തിൽ അലിയിപ്പിച്ചെടുക്കാൻ കഴിയുമെന്നോ അത്രയും, അങ്ങനെ നമുക്ക് എത്ര ഗ്രാംസ് സോൾട്ട് അതിൽ അലിയിപ്പിച്ചെടുക്കാൻ സാധിക്കുമെന്ന് കണ്ടുപിടിക്കണം. ഇനി പിന്നെ ഇട്ട് കഴിഞ്ഞാൽ ഇനി ആ സോൾട്ട് വാട്ടറിൽ എന്താണ് സോൾട്ട് അലിയില്ല. അത്രയും മാക്സിമം എമൗണ്ട് ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ നമ്മൾ മിക്സപ്പ് ചെയ്ത് കിട്ടുന്ന സൊല്യൂഷനെയാണ് എന്ത് പറയുന്നത്, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അൺസാച്ചുറേറ്റഡ് സൊല്യൂഷനോ? ജസ്റ്റ് തിരിച്ചാലോചിച്ചാൽ മതി. എന്താണ്, ഈ മാക്സിമം എമൗണ്ട് ചേർക്കാത്ത സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ലെറ്റ് മീ ആസ്ക് യു വൺ ക്വസ്റ്റ്യൻ. ലൈം വാട്ടർ ക്യാൻ ബി കോൾഡ് എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓർ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ? എന്തായിരിക്കും? ഡെഫിനറ്റ്ലി അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആയിരിക്കും അല്ലേ. എന്താണ് അത്, നമ്മൾ മാക്സിമം എമൗണ്ട് സോൾട്ട് ഇടുന്നുണ്ടോ? ഇല്ല. മാക്സിമം എമൗണ്ട് സൊല്യൂഷൻ ലൈം ഇടുന്നുണ്ടോ? ഇല്ല. അത് നമ്മൾ അളവിന് മാത്രമാണ് ഇടുന്നത് അല്ലേ, കണക്കിന് മാത്രമാണ്. അതുകൊണ്ട് എന്താണ്, അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത്, the amount of solute in grams required to convert 100 grams of a solvent into a saturated solution at a given temperature is known as the solubility of the solute in that solvent. ഇനി സൊല്യൂട്ട് പലതരത്തിലുള്ള
എലിമെൻറ്റ്സ് ഉണ്ടാവാം. ഗ്യാഷ്യസ് ആയാലും ലിക്വിഡ് ആയാലും അല്ലേ, സോളിഡ് ആയാലും പലതരത്തിലുള്ള സൊല്യൂട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഓരോ സൊല്യൂട്ടിനും ഓരോ തരത്തിലുള്ള അല്ലെങ്കിൽ ഓരോ സൊല്യൂബിലിറ്റി ആയിരിക്കും ഉണ്ടാവുക. ഈ സൊല്യൂബിലിറ്റി നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? വി ക്യാൻ ടേക്ക് 100 grams of solvent, maybe water or something like that, a solvent into a saturated solution. ഒരു 100 grams of solventനെ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സൊല്യൂട്ട് എത്രയാണോ അതാണ് ഒരു സൊല്യൂട്ടിൻ്റെ സൊല്യൂബിലിറ്റി എന്ന് പറയുന്നത് അല്ലേ. അതിന് മാക്സിമം അലിഞ്ഞു ചേരാൻ കഴിയുന്ന അതിൻ്റെ കഴിവിനെയാണ് ഒരു സൊല്യൂബിലിറ്റി കാണിക്കുന്നത് അല്ലേ. ഇനി സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. എന്തായിരിക്കും സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആൻഡ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ? So a saturated solution means the maximum amount of solute is added to the solvent at a given temperature. Given temperature, that is very very important. So okay, ഹിയർ ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് അതിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന സൊല്യൂട്ടിൻ്റെ അളവും മാറ്റം വരാം. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ചൂടാക്കിയിട്ടൊക്കെ നമുക്ക് എന്താണ് കൂടുതൽ സൊല്യൂട്ട് ആഡ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ടെമ്പറേച്ചർ ചൂടാക്കുക എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂട്ടുക അല്ലേ, ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ. ബൈ ഇൻക്രീസിങ് ടെമ്പറേച്ചർ വി ക്യാൻ ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് വി ആർ ആഡിങ് ഇൻ ടു ദ സൊല്യൂഷൻ. സോ that is called super saturated solution അല്ലേ. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്ത് മാക്സിമം എമൗണ്ടിനേക്കാളും കൂടുതൽ സൊല്യൂബിലിറ്റിയേക്കാളും കൂടുതൽ സൊല്യൂട്ട് ആഡ് ചെയ്ത് മിക്സപ്പ് ചെയ്തുണ്ടാക്കുന്ന സൊല്യൂഷനെയാണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഹിയർ സം സോൾട്സ് ആർ ഗിവൺ ആൻഡ് ദെയർ സൊല്യൂബിലിറ്റി ഈസ് ഗിവൺ. ഓക്കെ, ഈ സൊല്യൂട്ടിൻ്റെയൊക്കെ എന്താണ് സൊല്യൂബിലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. 30 ഡിഗ്രി സെൽഷ്യസിൽ 100 grams ഓഫ് വാട്ടറിൽ ഇവയൊക്കെ എത്രമാത്രം സൊല്യൂബിലിറ്റി കാണിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. മാക്സിമം എമൗണ്ട് ഓഫ് സോഡിയം ക്ലോറൈഡ് ക്യാൻ ബി ആഡഡ് ഇൻ 100 grams ഓഫ് വാട്ടർ ഇൻ 30 ഡിഗ്രി സെൽഷ്യസ് ഈസ് 36.1. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ പല സോൾട്ടിൻ്റെയും പറയുന്നുണ്ട്. പൊട്ടാസ്യം ക്ലോറൈഡ്, കോപ്പർ സൾഫേറ്റ്, സോഡിയം നൈട്രേറ്റ്, ഇങ്ങനെ ഓരോന്നിൻ്റെയും സൊല്യൂബിലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ ഇതിലൂടെ ഒന്ന് കണ്ണോടിക്കുക. ഓക്കെ, നെക്സ്റ്റ് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഈ ഗ്രാഫ് എന്താണ് കാണിക്കുന്നത്? ഇഫ് സംടൈംസ് if we are increasing the temperature, the solubility of a salt will be increased, but for some salts it will be the opposite. For example, potassium nitrate അല്ലേ. ഈ പൊട്ടാസ്യം നൈട്രേറ്റ് എന്നുള്ള സൊല്യൂട്ട് നമ്മൾ 100 grams ഓഫ് വാട്ടറിൽ ആഡ് ചെയ്യുന്ന സമയത്ത് 20 ഡിഗ്രി ഏറ്റവും കുറവ് ടെമ്പറേച്ചറിലാകുമ്പോൾ കുറച്ച് മാത്രമേ സൊല്യൂബിലിറ്റി ഉള്ളൂ. പക്ഷേ അത് കൂടുതൽ നമുക്ക് ആഡ് ചെയ്യും. സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ടെമ്പറേച്ചർ കൂട്ടിയാൽ മതി. അബൌട്ട് 45 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആകുമ്പോഴേക്കും കൂടുതൽ നമുക്ക് സോൾട്ട് അതിലേക്ക് ആഡ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതേസമയം കാൽസ്യം സൾഫേറ്റ് നോക്കൂ. കാൽസ്യം സൾഫേറ്റ് എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ സൊല്യൂബിലിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഓരോ സോൾട്ടിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഓക്കെ, ഇനി മിക്സ്ചേഴ്സ്. നെക്സ്റ്റ് വേർഡ് ടെക്നിക്കൽ ടേം വി ഹാവ് ടു ലേൺ, ദാറ്റ് ഈസ് മിക്സ്ചർ. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മിക്സ്ചേഴ്സ് ആൻഡ് സൊല്യൂഷൻസ്? എല്ലാ സൊല്യൂഷൻസും എന്തല്ല? എല്ലാ സൊല്യൂഷൻസും മിക്സ്ചേഴ്സാണ്. ബട്ട് ഓൾ മിക്സ്ചേഴ്സ് ആർ നോട്ട് സൊല്യൂഷൻസ്. Okay, once again I'll repeat, all solutions are mixtures, whereas all mixtures are not solutions. Okay, എല്ലാ മിക്സ്ചേഴ്സും എന്താണ്? സൊല്യൂഷൻസ് ആണ്. എന്തെങ്കിലും മിക്സപ്പ് ചെയ്തിട്ടാണ്, സൊല്യൂട്ടും സോൾവെൻറ്റും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? സൊല്യൂഷൻസ് ഉണ്ടാക്കുന്നത്. പക്ഷേ എല്ലാ മിക്സ്ചേഴ്സും എന്തല്ല? സൊല്യൂഷൻസ് അല്ല എന്നാണ് പറയുന്നത് അല്ലേ. എന്താണ് അതിൻ്റെ ഡിഫറൻസ്? നമുക്ക് നോക്കാം. എന്തായിരിക്കും? വിച്ച് ക്വാളിറ്റി ഈസ് മേക്കിംഗ് എ മിക്സ്ചർ സൊല്യൂഷൻ? നമുക്ക് നോക്കാം.
The components, if the composition of the constituents is the same throughout the mixture is known as homogeneous mixture. All solutions are homogeneous mixtures. Example, sugar solution, salt solution, air, ornamental gold, etc. That means എന്താണ് ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൊല്യൂഷൻ്റെ ഏത് പാർട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാലും അവിടെയൊക്കെ സൊല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൻ്റെയും പെർസെൻറ്റേജ് ഈക്വൽ ആയിരിക്കും, ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് സോൾട്ട് വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിന് എത്ര സ്പൂൺ സോൾട്ട് വാട്ടർ കോരി കഴിഞ്ഞാലും എല്ലാ സ്പൂൺ വാട്ടറും ഓരോ പ്രാവശ്യം കോരുന്ന സോൾട്ട് വാട്ടറിനും ഒരേ ടേസ്റ്റ് അല്ലേ? ഒരേ അളവ് സോൾട്ടും വാട്ടറുമാണ് മിക്സപ്പ് ആയിട്ടുള്ളത് അല്ലേ? എല്ലായിടത്തും ഒരുപോലെയാണ് മിക്സപ്പ് ആയിട്ടുള്ളത്. അതുകൊണ്ട് അത് ഹോമോജീനിയസ് മിക്സ്ചറാണ് അല്ലേ? ഷുഗർ സൊല്യൂഷനും അതേപോലെ അല്ലേ? ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉപ്പ് കൂടുതലും ഒരു ഭാഗത്ത് ഉപ്പ് കുറവുമാണോ നമുക്ക് ഫീൽ ചെയ്യുന്നത്? അല്ല, എല്ലായിടത്തും ഒരുപോലെയാണ് ഡിസ്ട്രിബ്യൂഷൻ, ഈക്വൽ ആയിട്ടാണ് മിക്സപ്പ് ചെയ്തിട്ടുള്ളത്. അതിന് നമുക്ക് ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയാം. സോ ദാറ്റ് all homogeneous mixtures are solutions. Okay. ഗോൾഡും അങ്ങനെയാണല്ലോ. ഗോൾഡിൻ്റെ ഒരു ഭാഗം യെല്ലോ, ഒരു ഭാഗം കോപ്പറിൻ്റെ കളർ, അങ്ങനെയാണോ വരുന്നത്? അല്ല, എല്ലാ ഭാഗവും ഒരുപോലെയാണ് ഗോൾഡിൻ്റെ അളവ് അല്ലേ ഉണ്ടാവുന്നത്. അതുകൊണ്ട് അതും എന്താണ്? ഒരു ഹോമോജീനിയസ് മിക്സ്ചറാണ്. ഇറ്റ്സ് എ സൊല്യൂഷൻ. Then the components of such mixtures cannot be seen separately with the naked eye. ഒരു സോൾട്ട് സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അതിൽ സോൾട്ട് നമുക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് മിക്സപ്പ് ആയതാണ് അല്ലേ? ഹോമോജീനിയസ് മിക്സ്ചറാണ്. അതിൽ നമുക്ക് സോൾട്ട് നേക്കഡ് ആയി കൊണ്ട് കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്താണ്, അതുപോലെ ഗോൾഡിൽ എന്താണ് മിക്സർ, ഏതൊക്കെ ലോഹങ്ങളാണ് മിക്സ് ചെയ്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ല, നേക്കഡ് ആയി കൊണ്ട് കാണാൻ കഴിയില്ല. The components of such mixtures cannot be seen separately with the naked eye. Then, if the components in the mixture are not distributed uniformly, it is known as heterogeneous mixture. ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഓരോ പാർട്ടിലും ഓരോ പെർസെൻറ്റേജ് ആയിരിക്കും സൊല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൻ്റെയും എമൗണ്ട് എന്ന് പറയുന്നത്. പല ഭാഗങ്ങളിൽ പലതരത്തിലാണ്. ഫോർ എക്സാമ്പിൾ, മിക്സ്ചർ ഓഫ് സോൾട്ട് ആൻഡ് സാൻഡ്. ഇപ്പോൾ നമ്മൾ സാൻഡിൽ എന്താണ്, ചെറുതായിട്ട് ഉപ്പ് തരികളായാലും ചേർത്തിട്ടുണ്ട് അല്ലേ? പക്ഷേ എല്ലാ ഭാഗത്തുള്ള സാൻഡിന് എന്താണ്, ഉപ്പ് രസം പലതരത്തിലായിരിക്കും അല്ലേ? അപ്പോൾ എന്താണ്, ഹോമോജീനിയസ് ഡിസ്ട്രിബ്യൂഷൻ ആണോ? അല്ല, ഹെട്രോജീനിയസ് ആണ്. ഇനി മഡി വാട്ടർ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഒരേ തരത്തിലാണോ മഡും വാട്ടറും മിക്സപ്പ് ആയിട്ടുള്ളത്? ചിലപ്പോൾ വെള്ളം കൂടുതലുണ്ടാവും, ചിലപ്പോൾ മഡായിരിക്കും കൂടുതൽ അല്ലേ? അപ്പോൾ അതാണ് ഹെട്രോജീനിയസ് മിക്സ്ചറാണ്. Okay, and also the components can be seen separately with the naked eye. If we are mixing up kerosene and water, they will not be mixed up together. It is a heterogeneous mixture, and the components can be seen separately with our naked eye itself, right? Then true solution, colloid and suspension. These are the another 3 technical terms you have to learn thoroughly. Okay, ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ് ആൻഡ് സസ്പെൻഷൻ എന്താണെന്ന് നോക്കാം. ഇത് ശരിക്കും മനസ്സിലാക്കാൻ വരുന്നത് എക്സ്പെരിമെൻസിലൂടെയാണ്, എങ്കിലും ഈ പിക്ചർ വെച്ച് നമുക്കൊന്ന് പറയാം. ഹിയർ വി ആർ ഗെറ്റിംഗ് 3 mixtures in 3 separate beakers. Equal amounts of water, solvent is in equal amount. ഓക്കെ, വാട്ടർ ആണ് ഇവിടെ എല്ലാം സോൾവെൻറ്റ്, അതൊക്കെ ഈക്വൽ എമൗണ്ട് ആയിട്ടാണ് ഓരോ ബീക്കറിലും കീപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി സോൾവെൻറ്റ്, all the 3 solutes are different. In the first beaker we are adding the solute copper sulfate, next milk, next solute is chalk powder. Okay, ഈ ഓരോ സൊല്യൂട്ടിനും ഓരോ തരത്തിലുള്ള നേച്ചറാണ് അല്ലേ? കോപ്പർ സൾഫേറ്റ് നേച്ചറല്ല മിൽക്കിൻ്റെ നേച്ചറല്ല ചോക്ക് പൗഡറിന്. ഇനി ഈ 3 തമ്മിൽ എങ്ങനെയൊക്കെ ഡിഫറൻസ് ഉണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, കോപ്പർ സൾഫേറ്റ് വാട്ടർ എങ്ങനെയാണ് മിക്സപ്പ് ആയിട്ടുള്ളത്? അത് നന്നായിട്ട് മിക്സപ്പ് ആയിട്ടുണ്ട് അല്ലേ? മിൽക്ക് വാട്ടറും അങ്ങനെ തന്നെ. ചോക്ക് പൗഡറോ,
ചോക്ക് പൗഡറിന് നമുക്ക് അതിൽ കാണാൻ കഴിയുന്നുണ്ടല്ലേ, ചോക്ക് പൗഡറിനെ വാട്ടറിന് നമുക്ക് വേറെ ഡിഫറെൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്, പാർട്ടിക്കിൾസ് കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം. ബീക്കർ 1 കണ്ടെയ്ൻസ് എ ട്രൂ സൊല്യൂഷൻ അല്ലേ. നമ്മൾ കോപ്പർ സൾഫേറ്റും വാട്ടറും എന്താണ്, സോൾട്ട് വാട്ടർ പോലെ തന്നെയാണ് കേട്ടോ. കോപ്പർ സൾഫേറ്റ് സോൾട്ടിനെ പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ. വാട്ടറിൽ നന്നായിട്ട് മിക്സപ്പ് ആയിട്ടുണ്ട്, ഹോമോജീനിയസ് മിക്സറാണ്, അതുകൊണ്ട് തന്നെ ഒരു ട്രൂ സൊല്യൂഷൻ ആണെന്ന് നമുക്ക് പറയാം. ഇനി മിൽക്കും വാട്ടറും എന്താണ്, മിൽക്കും വാട്ടറും നമ്മളൊരു വേറെ പേരിട്ടാണ് പറയുന്നത്. ബീക്കർ 2 കണ്ടെയ്ൻസ് എ കൊളോയിഡ്. ഓക്കെ, എന്താണ് കൊളോയിഡിൻ്റെ പ്രത്യേകത? പാത്ത് ഓഫ് ദ ലൈറ്റ് ബീം ഈസ് വിസിബിൾ അല്ലേ. നമ്മൾക്ക് അതിൽ പാർട്ടിക്കിൾസിനെ കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല അല്ലേ, വളരെ ക്ലിയർ ആയിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേ കൂടെ, അത് മാത്രമല്ല അതിൻ്റെ പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ കോപ്പർ സൾഫേറ്റും വാട്ടറും മിക്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കളർ ചേഞ്ച് ആവുന്നില്ല. അതേസമയം മിൽക്കും വാട്ടറും മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ സൊല്യൂഷൻ്റെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ബട്ട് പാർട്ടിക്കിൾസിന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല. അതുപോലെ ഒരു ടോർച്ച് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ലൈറ്റിനെ പാസ് ചെയ്യാൻ അതിന് കഴിയുന്നുണ്ട്, അതിനെ നമുക്ക് കൊളോയിഡ് എന്ന് പറയാം. ഇനി ബീക്കർ 3-ലുള്ളത് എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? സസ്പെൻഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായിരിക്കും സസ്പെൻഷൻ്റെ ക്വാളിറ്റി? പാർട്ടിക്കിൾസ് ആർ സെറ്റിലിംഗ് ഡൗൺ, റൈറ്റ്. നമ്മൾ കുറച്ച് സമയം ഇത് അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ചോക്ക് പാർട്ടിക്കിൾസ് ഒക്കെ താഴെ അടിഞ്ഞുകൂടും അല്ലേ. അത് വെള്ളത്തിൽ മിക്സ് ആയത് നമ്മൾ ഇളക്കുമ്പോൾ മാത്രമാണ്, പക്ഷെ നമ്മൾ അനക്കാതെ വെച്ച് കഴിയുമ്പോൾ എന്തായി, അത് സെറ്റിൽ ഡൗൺ ചെയ്യുന്നു. സോ ദാറ്റ് ഇറ്റ്സ് എ സസ്പെൻഷൻ ആൻഡ് ഓൾസോ ദ പാർട്ടിക്കിൾസ് ആർ ക്ലിയർലി വിസിബിൾ ആൻഡ് ഓൾസോ ഇറ്റ് വിൽ നോട്ട് പാസ് ദ ലൈറ്റ്. ദെൻ അതിങ്ങനെ എന്താണ്, ലൈറ്റ് പാർട്ട് നമ്മൾ എന്താണ് സംഭവിക്കുക? പാസ് ചെയ്യിക്കുകയാണോ ചെയ്യുക? അല്ല, അതേസമയം റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക അല്ലേ. ഇനി ഇവിടെ ഓരോരോ സൊല്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്, അത് അല്ലെങ്കിൽ മിക്സ്ചേഴ്സ് തന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ട്രൂ സൊല്യൂഷൻ ആണോ, കൊളോയിഡ് ആണോ, സസ്പെൻഷൻ ആണോ എന്നൊക്കെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതണം കേട്ടോ. അടുത്തത് സോഫ്റ്റ് ഡ്രിങ്ക്സിനെ കുറിച്ചാണ് അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത്. കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ്, റൈറ്റ്. എന്താണ് നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയിട്ട് നമ്മൾ പല തരത്തിലുള്ള ജ്യൂസ് നമ്മൾ വാങ്ങി കുടിക്കാറുണ്ടല്ലേ. എന്തായിരിക്കും ഈ ലിക്വിഡ് ഫോമിലുള്ള ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ all soft drinks, most of the juices that we drink are liquids in the colloidal form. കൊളോയിഡൽ ഫോം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. നമ്മൾ മിൽക്ക് വാട്ടർ പറഞ്ഞില്ലേ, അതുപോലെയുള്ള ഫോമിലുള്ളതാണ് കൊളോയിഡൽ ഫോം. അതായത് അതിൻ്റെ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നില്ല, സെറ്റിൽ ഡൗൺ ചെയ്യുന്നില്ല അല്ലേ. പാല് നമുക്ക് എപ്പോഴെങ്കിലും വെള്ളത്തിൽ നിന്ന് അടിഞ്ഞുകൂടുമോ? അതിൻ്റെ പാർട്ടിക്കിൾസിന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല അല്ലേ. അതേപോലെയുള്ള ഫോമിൽ, കൊളോയിഡൽ ഫോമിലാണ് മിക്ക ജ്യൂസും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് അല്ലേ. എന്തുകൊണ്ടാണ് അവയൊന്നും സെറ്റിൽ ചെയ്യാത്തത് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ എന്താണ്, ഒരു ജ്യൂസ് പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ നമ്മൾ എടുത്തു വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് കുടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിങ്ങനെ സെറ്റിൽ ഡൗൺ ചെയ്യുന്നുണ്ട് അല്ലേ. പക്ഷേ ഇതിലെന്താണ് പാർട്ടിക്കിൾസ് സെറ്റിൽ ഡൗൺ ചെയ്യാത്തത് അല്ലേ? മാംഗോ ജ്യൂസൊക്കെ എന്താണ് സെറ്റിൽ ഡൗൺ ചെയ്യാത്തത് എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അല്ലേ? എന്തായിരിക്കും ഇതിലൊക്കെ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് അല്ലേ? സം കെമിക്കൽസ് ആർ ആഡഡ് ടു ദ സോഫ്റ്റ് ഡ്രിങ്ക്സ് ടു അവോയ്ഡ് ദി സെറ്റിലിംഗ് ഡൗൺ. Such chemicals are known as stabilizers. ഓക്കെ, അങ്ങനെയുള്ള കെമിക്കൽ സബ്സ്റ്റൻസിനെയാണ് സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്നത്. സം എക്സാമ്പിൾസ് ആർ ഗിവൺ: ബ്രോമിനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ, സുക്രോസ് അസറ്റേറ്റ്, ഐസോബ്യൂട്ടറൈറ്റ്, ഗ്ലിസറൈൽ എസ്റ്റർ ഓഫ് റോസിൻ അല്ലേ. ഇതൊക്കെ എന്താണ്, സ്റ്റെബിലൈസേഴ്സ് ആണ്. നമുക്ക് പാക്കറ്റിൽ കിട്ടുന്ന അല്ലെങ്കിൽ കുപ്പികളിൽ കിട്ടുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സിലൊക്കെ സെറ്റിൽ ഡൗൺ ചെയ്യാതിരിക്കാൻ, ഇപ്പോൾ ഗ്രേപ്പ് ജ്യൂസ് ആയിക്കോട്ടെ, മാംഗോ ജ്യൂസ്, ഇതിലൊക്കെ എന്താണ്, അതിലെ പാർട്ടിക്കിൾ സെറ്റിൽ ഡൗൺ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സ്റ്റെബിലൈസേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവയൊക്കെ എന്താണ്, കെമിക്കൽസ് ആണ്. ആൻഡ് ഓൾസോ ദേ ആർ വെരി ഇഞ്ചൂറിയസ് ടു അവർ ഹെൽത്ത്, റൈറ്റ്. നമ്മളുടെ ശരീരത്തിന് തീരെ പാടില്ലാത്ത തരം കെമിക്കൽസ് ആണ് ഇതിലൊക്കെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരം സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒഴിവാക്കാം അല്ലേ. കളറിങ് ഏജൻറ്റ് നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന ഓറഞ്ച് ജ്യൂസിനേക്കാളും കളർ ഉണ്ടാവും നമ്മൾ വാങ്ങുന്ന ഓറഞ്ച് ജ്യൂസിന് അല്ലേ. അതിനേക്കാളും മണം ഉണ്ടാവും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അത് അവർ കളറിങ് ഏജൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ടെട്രാസൈൻ പോലുള്ള കളറിങ് ഏജൻറ്റ് യൂസ് ചെയ്യും. അതുപോലെ ടേസ്റ്റ് എൻഹാൻസർ യൂസ് ചെയ്യും. അരോമാറ്റിക് ആയിട്ടുള്ള കുറേ
കെമിക്കൽസ് ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ ഇതുപോലെ നിറവും മണവും രുചിയും ഒക്കെ വർദ്ധിപ്പിക്കുന്നത്. ഇവയൊന്നും നമ്മുടെ ശരീരത്തിന് തീരെ ആരോഗ്യപ്രദമല്ല. അതുകൊണ്ട് നമുക്കൊക്കെ സോഫ്റ്റ് ഡ്രിങ്ക്സ് നമുക്ക് ഒഴിവാക്കാം. ഇനി ഇത്രയുമാണ് നമുക്ക് സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, സൊല്യൂഷൻസ്, സൊല്യൂട്ട്, സോൾവെൻറ്റ്, and saturated solution, unsaturated solution, saturation point, then supersaturated solution, then colloids, suspension. Okay, these are the very mixtures. Okay, these are the very important points we have to learn in this chapter. Okay, I think all of you will learn thoroughly all these points. Okay, my dear children, happy learning. Thank you. Bye bye.